സന്ദീപേ, അവരെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. വിദ്യാമ്മ ഇവിടെ ഉണ്ടെന്നല്ലേ കിഷൻ പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും കാണുമേ? ഇനി നമ്മളെ കണ്ട് മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിരിക്കും. കുറച്ചുനേരം കാത്തു നിർത്തി തിരിച്ചയക്കാൻ വേണ്ടിട്ട്. ഏയ്, വിദ്യാമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല. വിദ്യാമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്കൊന്ന് നോക്കാമേ. വിദ്യാമ്മ എത്തിയല്ലോ. ആഹാ, സന്ദീപിന്റെ അമ്മ എപ്പ എത്തി? ഞങ്ങൾ ഇന്ന് പുലർച്ചയ്ക്ക് തന്നെ എത്തി. എന്താ പെട്ടെന്നൊരു തിരിച്ചുവരവ്? വിദ്യാമ്മ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മോതിരം എനിക്ക് തിരിച്ചേൽപ്പിക്കാൻ തോന്നിയില്ല. അതെന്റെ തെറ്റാ. അതിന്റെ ദോഷഫലങ്ങൾ പ്രശ്നത്തിൽ തെളിഞ്ഞു. അതുകൊണ്ട് ഈ മോതിരം വിദ്യാമ്മയെ തിരിച്ചേൽപ്പിച്ചിട്ട് പോകാനാ ഞാൻ ഇത്രയും തിടുക്കപ്പെട്ടു വന്നത്. ഇത് ദേവൂട്ടിയുടെ മോതിരമല്ലേ? അതെന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത്? ദേവൂട്ടിയെ തന്നെ തിരിച്ചേൽപ്പിച്ചാൽ പോരെ? പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ഈ സാഹചര്യത്തിൽ എനിക്കും ഇവനും അവളെ കാണാൻ ഇനിയും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ ഇത് വിദ്യാമ്മയെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചത്. വിദ്യാമ്മയിട്ട് തന്നെ ഇത് ദേവൂട്ടിക്ക് തിരിച്ചു കൊടുത്തോളൂ. വിദ്യാമ്മ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാ ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോകും. സന്ദീപൻ ഞങ്ങളുടെ കൂടെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിദ്യാമ്മ അതിന് തടസ്സമൊന്നും പറയരുത്. സന്ദീപ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെന്തിനാ തടസ്സം പറയുന്നത്? എന്തായാലും ഇന്ന് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അമ്മയും മോനും ദേവൂട്ടിയെ നേരിൽ കണ്ട് ഇത് തിരിച്ചേൽപ്പിച്ചൂടെ? അവളുടെ കല്യാണമാണ്. അപ്പോ അവളെ നേരിൽ കണ്ടൊന്ന് അനുഗ്രഹിക്കുകയും ചെയ്യാലോ. ഞാൻ പറഞ്ഞല്ലോ വിദ്യാമ്മേ, ഇനി ആ പെങ്കുച്ചിനെ കാണുന്നത് ഞങ്ങൾക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. ഇവനായിട്ട് എല്ലാം മതിയാക്കിയ സ്ഥിതിക്ക് ഇത് വിദ്യാമ്മയെ ഏൽപ്പിക്കുന്നതാ ഞങ്ങൾക്കിഷ്ടം. ശരി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ദേവൂട്ടിയെ കാണാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. എങ്കിലിത് വിദ്യാമ്മ സ്വീകരിച്ചാട്ടെ. ഇത് ഊരാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ലെങ്കിൽ അത് ദേവൂട്ടി സ്വീകരിക്കുന്നതാവും മൂകാംബിക അമ്മയ്ക്കും താല്പര്യം. അതുകൊണ്ടാ അത് ഇപ്പൊ വിരലിൽ നിന്ന് ഊരി വരാത്തത്. നിങ്ങൾ ദേവൂട്ടിയുടെ കയ്യിൽ ഇത് നേരിട്ട് ഏൽപ്പിക്കണമെന്നാവും അമ്മയുടെ തീരുമാനം. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? വെറുതെ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ അത് ദേവൂട്ടിയെ തിരിച്ചേൽപ്പിക്കുമ്പോഴേ വിരലിൽ നിന്ന് ഊരാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ നേരിൽ കണ്ട് ഇത് ഏൽപ്പിച്ചിട്ട് ഇന്ന് തന്നെ മടങ്ങുകയും ചെയ്യാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാമേ. എന്തു വേണോ ചെയ്യാം. ഇതൊന്ന് തിരിച്ചേൽപ്പിച്ചിട്ട് ഇന്ന് തന്നെ ഇവിടുന്ന് പോയാ മതി.